ചായ കുടിച്ചോ കുക്കു? ചായ കുടിച്ചു. എപ്പോ? ഇന്നലെ രാത്രി 11:30. സന്തോഷായില്ലേ ചായ കുടി? സന്തോഷായി. ഇപ്പൊ എവിടെ നിക്കണേ? കുക്കു ചായ കുടിക്കാൻ വന്ന് നിൽക്കുന്ന സ്ഥലമാണ് കുട്ടിക്കാലത്ത് ഒരു വലിയ മലയുടെ മുകളിൽ. ഫ്ലാഷ് ബാക്ക്. കുക്കു ഭക്ഷണം കഴിച്ചേണ്ട പരിപാടി? എന്ത് പരിപാടി? ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു, ഇറങ്ങാൻ പോകുന്നു. ചായ കുടിക്കാൻ പോയാലോ? ഈ പത്തനംതിട്ട എവിടെ പോയാ നിങ്ങൾ ഈ സമയം ചായ കുടിക്കാൻ പോകുന്നത്? കട്ടൻ ചായ ഇപ്പൊ എവിടെയും കിട്ടും. എനിക്കറിയാം. ഇനി ഇവിടെ ചായ ഇടുന്ന ഒരേ സ്ഥലമേ ഉള്ളൂ, ഇവിടെ കോഴഞ്ചേരിയില്. ഹോസ്പിറ്റൽ കോഴഞ്ചേരിയിലെ കഫറ്റീരിയ. അവിടെ പോയോ? ഞാനിപ്പോ അവിടെ നിന്നാ വന്നത്. അതുകൊണ്ട് പിന്നെ പോയിക്കൂടാ. ആ പോവാം. എങ്ങോട്ടാ പോണേ? അത് അവിടെ അടുത്ത് വേറൊരു ചായക്കട കൊട്ടാപ്പുറത്തുണ്ട്. ഈ ചായക്കട അത് ഇവിടുന്ന് കുറച്ചാണ്ട് ചെല്ലുമ്പോൾ ഒരു ചായക്കട ഉണ്ട്. സത്യം പറ, വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. എന്താ പരിപാടി? വീഡിയോ വെറുതെ കണ്ടന്റ് ഉണ്ടാവട്ടെ. ജോലിയൊന്നുമില്ലല്ലോ, ജോലി ഇല്ലാത്ത ഇവിടുത്തെ ബൂസ്റ്റ് ചായ കൂട്ടിയില്ലേ? എന്തോ ചേട്ടായി ഇവിടെ അല്ല, വേറെ കുറച്ചാണ്ട് ചെല്ലുമ്പോ വേറെ കടയുണ്ട്, അവിടെ നോക്കിയാ. എവിടെ കുക്കു? എനിക്ക് മനസ്സിലായി. മനസ്സിലായല്ലോ. എന്ത് ചതിയാണോ താൻ കാണിച്ചത്? എന്ത്? എന്നോട് ഒരു വാക്ക് സൂചിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരു ജോഡി ഡ്രസ്സെങ്കിലും എക്സ്ട്രാ എടുത്തേനെ. ഇതിപ്പോ ഈ ഡ്രസ്സ് ഇട്ട് ഞാൻ ഇറങ്ങി. എൻ്റെ കയ്യിൽ ആകെ ഉള്ളത് ഈ ഒരു ബാഗിൻ്റെ ചീപ്പും ഒരു ലിപ്സ്റ്റിക്കും മാത്രമേ ഉള്ളൂ. അതില്ല, സാലറി വന്നിട്ടില്ലാത്തതുകൊണ്ട് എടുത്തിട്ട് കാര്യമില്ലാത്തത് കാരണം ഞാനത് എടുത്തിട്ടില്ല. എങ്ങനെ തിരിച്ചു പോവാനാ? ഇപ്പൊ സമയം എത്രയായിരുന്നോ? സമയം 10. സമയം 11 മണി. ഈ നൈറ്റ് എനിക്ക് വയ്യ ചേട്ടായി ട്രാവൽ ചെയ്യാൻ. നിങ്ങൾ എന്നെ കുട്ടിക്കാലത്ത്. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ചായ കുടിക്കാൻ ഇറങ്ങി. ചായ കുടി കഴിഞ്ഞ് തിരിച്ചു വീട്ടിൽ പോകണം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പോകണം. ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു. കുട്ടിക്കാലത്തൊരു കുന്നിന്റെ മുകളിൽ എന്താ കുട്ടിക്കാലം ക്ലാസ്സിൽ എന്ന് പറഞ്ഞിട്ടൊരു ശരിക്കും മരുന്ന് വഴിക്ക് വഴി തെറ്റി ഒരു ക്രഷറിന്റെ ഉള്ളിൽ കൂടെ പോയി ഇടിയോടായിട്ട് രക്ഷപ്പെട്ടു. അത് ഭയങ്കര എന്താ പറയുക, നിഗൂഢമായ വീട് അതിക്രമിച്ചു കിടക്കുന്നവർ ശിക്ഷിക്കപ്പെടുന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്ന നമ്മുടെ ഹൊറർ മോഡലുള്ളൊരു വീട്. കുക്കു അങ്ങനെ ചായ കുടി കഴിഞ്ഞ് പുറത്തു പോകണോ? തിരിച്ച് വീട്ടിൽ പോകണോ? ഇല്ല, എനിക്ക് ഒരു ചായയോടെ കുടിക്കണം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് നല്ലതാ. ഒരു മല കയറി കൊറേ ദൂരം വന്നപ്പോ ഇത്രയും കുന്നിന്റെ മുകളിൽ നമ്മളെന്തിനാ വലിയ ക്രഷറൊക്കെ കണ്ടോ? ക്രഷറിന്റെ ഉള്ളിൽ കൂടെ കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ സ്റ്റേസ് ഒക്കെ അത്യാവശ്യം എല്ലാം പ്ലാൻഡ് ആണ്. അൺപ്ലാൻഡ് സ്റ്റേസ് മാത്രമേ ഉള്ളൂ. ഇതല്ല, ഒരു തവണ നമ്മൾ ഇവിടെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു, വാൽപ്പാറ ഇതുപോലെ രാത്രി പോയിട്ട് നമ്മൾ. പക്ഷെ നമ്മൾ ഓൾറെഡി സ്റ്റേ ചെയ്തിരുന്ന സ്ഥലത്ത് തന്നെയാ മുന്നേ പോയിട്ടുള്ള പോയാ ഇതുപോലെ വന്നിട്ടില്ല. ഇത് ഏതോ ഭയങ്കര ഭീകര സ്ഥലത്തൊക്കെ വരുന്നല്ലോ. ബാക്കി ശരിക്കും ഇവിടെ വന്ന് വേറെ ആൾക്കാരെ കണ്ടപ്പോഴാണ് എനിക്ക് ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത കുട്ടിക്കാനം കാസിൽ. കൊള്ളാം കേട്ടോ, കാരണം നല്ല വ്യൂ ആയിരുന്നു. താഴേക്ക് നല്ല വ്യൂ ഉണ്ട്. സന്തോഷായോ? മനസ്സിലാവുന്നില്ല, നമ്മൾ ഇതിനു മുന്നേ ഇവിടെ വന്നിട്ടില്ലല്ലോ. ഇല്ല, ശരിക്കും റോഡ് ഇങ്ങനെ കയറി വരുമ്പോ ഇങ്ങനെ സ്ഥലത്തോട്ടായിരിക്കും വരുന്നതെന്ന് തോന്നിയിട്ടുണ്ടായില്ല. ഭയങ്കര വൈബ് സ്ഥലം. പാഞ്ചാലിമേട് നല്ല സ്ഥലം, നല്ല തണുപ്പാലും കൂടെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ അമ്പലത്തിൽ പാട്ട് കേൾക്കുന്നു. നല്ല കുഞ്ഞു ചാറ്റൽ മഴയും. ഇഷ്ടപ്പെട്ടു. കൊക്കോ കൊറേ ദിവസം ചിരിച്ചോണ്ടല്ലോ. ടൂർ പോയി അല്ല, ശരിക്കും പ്രതീക്ഷിച്ചില്ല. ഭയങ്കര നമ്മൾ അൺപ്ലാൻഡ് ട്രിപ്സ് ആർ ബെസ്റ്റ് എന്ന് പറയുന്ന പോലെ ഭയങ്കര സ്ഥലം. ഞങ്ങൾ ഇതിന് കുട്ടിക്കാലം വന്നപ്പോ ഈ സ്ഥലം വന്നിട്ടുണ്ട്. ബോർഡ് ഇങ്ങനെ കാണുമ്പോ ഞങ്ങള് നടക്കാനുണ്ട്, കുറച്ച് മടിയായത്. അപ്പൊ ഞങ്ങൾ കേറാറില്ല. പക്ഷെ സ്ഥലം ബാക്ക്ഗ്രൗണ്ടിലെ അമ്പലത്തിന് പാട്ടും കൂടി വേറെ ഫീൽ. നല്ല കുഞ്ഞു മഴയും നല്ല മഞ്ഞും
അല്ല കൊള്ള സ്ഥലം കൊള്ളാം. കുക്കു എന്തെങ്കിലും കാണുന്നോ? ഒന്നും കാണുന്നില്ല. അവിടെ രണ്ട് ആൾക്കാർ നിൽക്കുന്നത് നമുക്ക് തൊട്ടടുത്തുള്ള ആൾക്കാർ വളരെ ഭയങ്കരമായിട്ടേ കാണുന്നുള്ളൂ. ചുറ്റും മഞ്ഞ്. ആഹാ, ഇഷ്ടപ്പെട്ടില്ലേ? സന്തോഷമായില്ലേ? നീ കുറേ ദിവസത്തേക്ക് ട്രിപ്പ് പോകണം എന്ന് പറയില്ല. ഞാൻ പറഞ്ഞല്ലോ. കുക്കു, മൂക്കുലിപ്പുള്ള ആനേനെ കണ്ടിട്ടുണ്ടോ? മൂക്കുലിപ്പുള്ള ആനേനെ കണ്ടിട്ടുണ്ടോ? അതിനാണോ? മൂക്കുലിപ്പുള്ള ആന. ഒരു കഷ്ട ചേട്ടയുടെ ചളി കഴിക്കുന്ന എൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. 24/7 ഫ്രീ. അപ്പൊ തിരിച്ചു വാ. ഇനിയിപ്പോ തിരിച്ച് ഡ്യൂട്ടിക്ക് പോണ്ടേ? ഇത് ഇടയ്ക്കിടയ്ക്ക് പറയണില്ല. അപ്പൊ ടാറ്റ. ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. എവിടെയൊക്കെയോ പോയി, അങ്ങനെയൊക്കെയോ പോയി. അപ്പോൾ ഞങ്ങൾ ഉടനെ അടുത്ത എപ്പിസോഡുമായിട്ട് ഉടനെ തിരിച്ചു വരാം. അതുവരേക്കും തരാം.